ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിലേക്ക് കടക്കാം. ഫിഫ ലോക ഫുട്ബോൾ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തിയ രാജ്യം അർജൻറ്റീന. ഫിഫ ലോക ഫുട്ബോൾ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തിയ രാജ്യം അർജൻറ്റീന. US ബഹിരാകാശ ഏജൻസി നാസയുടെ ചന്ദ്രയാത്രാ പദ്ധതിയായ ആർട്ടിമിസിൻ്റെ 2-ാം ദൗത്യത്തിലെ വനിതാ സഞ്ചാരി ക്രിസ്റ്റീന കോക്ക്. US ബഹിരാകാശ ഏജൻസി നാസയുടെ ചന്ദ്രയാത്രാ പദ്ധതിയായ ആർട്ടിമിസിൻ്റെ 2-ാം ദൗത്യത്തിലെ വനിതാ സഞ്ചാരി ക്രിസ്റ്റീന കോക്ക്. ആഗോള സമ്പന്നരുടെ ഫോർബ്സ് പട്ടികയിൽ 1-ാം സ്ഥാനം നേടിയ വ്യക്തി ബെർണാഡ് അർണോൾഡ്. ആഗോള സമ്പന്നരുടെ ഫോർബ്സ് പട്ടികയിൽ 1-ാം സ്ഥാനം നേടിയ വ്യക്തി ബെർണാഡ് അർണോൾഡ്. ശതകോടീശ്വരന്മാരായ ഇന്ത്യക്കാരുടെ ഫോർബ്സ് പട്ടികയിൽ 1-ാം സ്ഥാനം നേടിയ വ്യക്തി മുകേഷ് അംബാനി. ശതകോടീശ്വരന്മാരായ ഇന്ത്യക്കാരുടെ ഫോർബ്സ് പട്ടികയിൽ 1-ാം സ്ഥാനം നേടിയ വ്യക്തി മുകേഷ് അംബാനി. ആഗോള സമ്പന്നരുടെ ഫോർബ്സ് പട്ടികയിൽ 9-ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ വ്യവസായി മുകേഷ് അംബാനി. ആഗോള സമ്പന്നരുടെ ഫോർബ്സ് പട്ടികയിൽ 9-ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ വ്യവസായി മുകേഷ് അംബാനി. ഐക്യരാഷ്ട്ര സംഘടനയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ അംഗമായി ഏഷ്യ പസഫിക് മേഖലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഇന്ത്യ. ഐക്യരാഷ്ട്ര സംഘടനയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ അംഗമായി ഏഷ്യ പസഫിക് മേഖലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഇന്ത്യ. ഏത് അയൽരാജ്യത്തിൻ്റെ പഞ്ചവത്സര പദ്ധതിയുമായി സഹകരിക്കുന്നതിനാണ് അടുത്തിടെ ഇന്ത്യ ധാരണയായത്? ഭൂട്ടാൻ. ഏത് അയൽരാജ്യത്തിൻ്റെ പഞ്ചവത്സര പദ്ധതിയുമായി സഹകരിക്കുന്നതിനാണ് അടുത്തിടെ ഇന്ത്യ ധാരണയായത്? ഭൂട്ടാൻ. 2023 സാമ്പത്തിക വർഷത്തേക്കുള്ള ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ നിരക്കായി രാജ്യാന്തര നാണയനിധി IMF പുതുക്കി നിശ്ചയിച്ച നിരക്ക് 5.9%. 2023 സാമ്പത്തിക വർഷത്തേക്കുള്ള ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ നിരക്കായി രാജ്യാന്തര നാണയനിധി IMF പുതുക്കി നിശ്ചയിച്ച നിരക്ക് 5.9%. ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ AFC ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത നേടിയ ഇന്ത്യൻ ക്ലബ്ബ് മുംബൈ സിറ്റി FC. ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത നേടിയ ഇന്ത്യൻ ക്ലബ്ബ് മുംബൈ സിറ്റി FC. ഏപ്രിൽ 2023 ഇന്ത്യയിലെ റീപ്പോ നിരക്ക് 6.5%. ഏപ്രിൽ 2023 ഇന്ത്യയിലെ റീപ്പോ നിരക്ക് 6.5%. അടുത്തിടെ അന്തരിച്ച അർജുന പുരസ്കാരം നേടിയ ആദ്യ ക്രിക്കറ്റർ സലിം ദുറാനി. അടുത്തിടെ അന്തരിച്ച അർജുന പുരസ്കാരം നേടിയ ആദ്യ ക്രിക്കറ്റർ സലിം ദുറാനി. നീതിന്യായ വ്യവസ്ഥയുടെ കാര്യക്ഷമമായ നിർവഹണം നടത്തുന്നതിൽ ഇടത്തരം വലിയ സംസ്ഥാനങ്ങളുടെ വിഭാഗത്തിൽ 1-ാം സ്ഥാനം നേടിയ സംസ്ഥാനം കർണാടക. നീതിന്യായ വ്യവസ്ഥയുടെ കാര്യക്ഷമമായ നിർവഹണം നടത്തുന്നതിൽ ഇടത്തരം വലിയ സംസ്ഥാനങ്ങളുടെ വിഭാഗത്തിൽ 1-ാം സ്ഥാനം നേടിയ സംസ്ഥാനം കർണാടക. നീതിന്യായ വ്യവസ്ഥയുടെ കാര്യക്ഷമമായ നിർവഹണം നടത്തുന്നതിൽ 1 കോടിയിൽ താഴെ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങളുടെ വിഭാഗത്തിൽ 1-ാം സ്ഥാനം നേടിയത് സിക്കിം. നീതിന്യായ വ്യവസ്ഥയുടെ കാര്യക്ഷമമായ നിർവഹണം നടത്തുന്നതിൽ 1 കോടിയിൽ താഴെ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങളുടെ വിഭാഗത്തിൽ 1-ാം സ്ഥാനം നേടിയത് സിക്കിം. ലോക ചെസ് അർമാഗഡൻ ഏഷ്യ ആൻഡ് ഓഷ്യാനിയ വിഭാഗത്തിൽ ജേതാവായ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുഗേഷ്. ലോക ചെസ് അർമാഗഡൻ ഏഷ്യ ആൻഡ് ഓഷ്യാനിയ വിഭാഗത്തിൽ ജേതാവായ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുഗേഷ്. ഓർലിയൻസ് മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിൻ്റൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയ ഇന്ത്യൻ താരം പ്രിയാംശു റജാവത്ത്. ഓർലിയൻസ് മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിൻ്റൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയ ഇന്ത്യൻ താരം പ്രിയാംശു റജാവത്ത്. അരിസോണയിൽ നടന്ന ജിം ക്ലിക്ക് ഷൂട്ടൗട്ട് ചാമ്പ്യൻഷിപ്പിൽ ഡെക്കാത്ലണിൽ വെള്ളി നേടിയ ഇന്ത്യൻ താരം തേജസ്വിനി ശങ്കർ. അരിസോണയിൽ നടന്ന ജിം ക്ലിക്ക് ഷൂട്ടൗട്ട് ചാമ്പ്യൻഷിപ്പിൽ ഡെക്കാത്ലണിൽ വെള്ളി നേടിയ ഇന്ത്യൻ താരം തേജസ്വിനി ശങ്കർ. ആപ്പിൾ കമ്പനി നേരിട്ട് നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോർ തുറന്ന നഗരം മുംബൈ. ആപ്പിൾ കമ്പനി നേരിട്ട് നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോർ തുറന്ന നഗരം മുംബൈ. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്